ഇന്നലത്തെ ഗോസ്പലിൽ ഈശോ ശിഷ്യന്മാരെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. 2 മിനിറ്റ് കൊണ്ട് ചൊല്ലാമെന്നൊരു പ്രാർത്ഥനയാണ്. സ്വാഭാവികമായിട്ടും ശിഷ്യന്മാരിങ്ങനെ സംശയിച്ചു, 2 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ചെന്തെങ്കിലും കിട്ടുമോ? അത് ഈശോ മനസ്സിലാക്കിയിട്ടാണ് ഇന്നത്തെ ഗോസ്പലിലെ 2 ഉപമകൾ പറയുന്നത്. ആ ഉപമ ഈശോ പറയുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാനല്ല, ആരാണ് അപ്പൻ എന്ന് പഠിപ്പിക്കാനാണ്. നിങ്ങൾ ആരോടെ പ്രാർത്ഥിക്കുന്നത്, ആ അപ്പൻ ആരാണെന്ന് പഠിപ്പിക്കാനാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അറിയാം, പക്ഷെ പ്രശ്നം നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, ആ അപ്പനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ ഉപമയിൽ ഈശോ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതൻ്റെ അടുത്ത് അർദ്ധരാത്രി കയറി ചെന്ന് ഭക്ഷണം ചോദിക്കുമ്പോൾ അവന് ഇഷ്ടമല്ലെങ്കിലും നിവൃത്തികേടുകൊണ്ടാണെങ്കിലും അവൻ നിങ്ങൾക്ക് വാതിൽ തുറന്ന് ഭക്ഷണം എടുത്തു തരും. പക്ഷെ അതുപോലെയല്ല എൻ്റെ അപ്പൻ ഇഷ്ടത്തോടു കൂടി നിങ്ങൾക്ക് ഭക്ഷണം തരും. നിങ്ങൾ അപ്പനെ വിളിക്കുമ്പോൾ ദ പേഴ്സൺ യു ആർ കോളിംഗ് ഈസ് നോട്ട് റീച്ചബിൾ എന്ന് ഒരിക്കലും പറയില്ല. ആ ഗോഡ് ഈസ് ഓൾവേസ് റീച്ചബിൾ, അവൈലബിൾ. അതാണ് ഒന്നാമത്തെ പാരബിൾ പറയുന്നത്. രണ്ടാമത്തേതിൽ അപ്പനെക്കുറിച്ചാണ് പറയുന്നത്. ഏതപ്പനാണ് മക്കൾ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നത്, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്നത്? ദുഷ്ടന്മാരായിട്ടുള്ള അപ്പന്മാർ പോലും അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യുന്ന അപ്പന്മാർ ഈ ലോകത്തുണ്ട്. ചിലവർ കൊടുക്കത്തില്ലെന്ന് മാത്രമല്ല, മക്കൾ ചിലപ്പോൾ പറ്റിക്കും. ചിലത് അവൻ ചോദിച്ചു കൊടുക്കാതെ പറ്റിക്കും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം ഒരിക്കലും നിങ്ങളെ പറ്റിക്കില്ല. നിങ്ങൾ ഹാം ചെയ്യുന്ന ഒന്നും ദൈവം നിങ്ങൾക്ക് തരില്ല. ഇന്നത്തെ 2 ഉപമകൾ നമ്മോട് പറയുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നല്ല, ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നതാണ്. 1, our God is always reachable. 2, ദൈവം നമ്മളെ പറ്റിക്കില്ല.